നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല. തെരഞ്ഞെടുപ്പിൽ സമസ്ത മുസ്ലിം ലീഗിനൊപ്പം ഒറ്റക്കെട്ടായി ഉണ്ടാകും. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും മുനവറലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. 24 ബ്രേക്കിംഗ്. SKN വെരി ഗുഡ് മോർണിംഗ്. SKN ലീഗ് വളരെ കൃത്യമായുള്ള സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് വേണ്ടി. അതിൽ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനവും വളരെ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ മുനവറലി തങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. യുവാവാണെങ്കിലും അദ്ദേഹം സംഘടനാ പരിജ്ഞാനത്തിൽ കുറച്ച് മുൻപിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന് വേണ്ടി ലീഗും UDF എത്രമാത്രം തയ്യാറായി? നമ്മൾ സജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി. അതെ, ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കം ഇപ്പോഴും ആ ഒരുക്കത്തിലാണ്. അത് തുടക്കമായിരുന്നു, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇൻ ദ ഫീൽഡ്. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ടാസ്ക് 2 തവണ ഭരണത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഭരണത്തിലേക്ക് തിരിച്ചു വരണം. എങ്ങനെയാണ് കണക്കൂട്ട്? തീർച്ചയായും ഭരണത്തിൽ തിരിച്ചു വരുമെന്നുള്ളതിനെയാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കാണുകയും ചെയ്തു. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം തീർച്ചയായും ഉണ്ടാവും. UDF വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട്, കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണത്തിലെത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ജനപിന്തുണ നിലനിർത്താൻ വേണ്ടി നല്ല ജാഗ്രത വേണ്ടേ? തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഭരണം കിട്ടിയിട്ടുള്ള എല്ലാ തലങ്ങളിലും അംഗങ്ങളൊക്കെ അവരുടേതായ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസം അത് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അതോടുകൂടി അത് നൽകുകയും അതോടൊപ്പം ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. യൂത്ത് ലീഗ് എത്രമാത്രം സജീവമായി ഈ മത്സരഗോതയിലുണ്ടാവും? യൂത്ത് ലീഗിന് കൂടുതൽ സ്ഥാനാർത്ഥിത്വം കിട്ടുമോ ഇക്കുറി? അല്ല, ഇപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളല്ല. UDF ജയിക്കുക എന്നുള്ളതാണ്. സീറ്റുകൾ തരുന്നത് പാർട്ടിയാണ്. തീർച്ചയായും യൂത്ത് ലീഗിന്റെ പരിഗണന ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് ലീഗിനായിരുന്നു ഏറ്റവും കൂടുതൽ മുൻഗണന ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ ഫാക്റ്റായിരുന്നു വിജയത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അസംബ്ലിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ഇറക്കി വലിയ വിജയം കിട്ടി. ഈ അസംബ്ലിയിൽ പൊതുവെ വിജയിക്കുന്ന സീറ്റ് യുവാക്കൾക്ക് കിട്ടാത്തൊരു പരാതി പൊതുവെ കാലമായുള്ളതാണ്. അതിലൊരു മാറ്റം വരണ്ടേ? നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അസംബ്ലിയിൽ സീറ്റ് തന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും പാർട്ടി ആ രീതിയിൽ വലിയ പരിഗണന യുവാക്കൾക്ക് നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജഫ്രി തങ്ങൾ സമസ്ത വിഷയം ലീഗിനെ പ്രതികൂലമായി ബാധിക്കുന്നു, UDF പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അങ്ങ് വളരെ കൃത്യമായി മതത്തിൽ അടിയുറച്ചുകൊണ്ട് വളരെ കൃത്യമായി മതേതരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. സമസ്ത വിഷയം ലീഗിനെയും UDF പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? അല്ല, സമസ്തയുമായുള്ള ബന്ധം അതെപ്പോഴും നമ്മളത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യാതൊരു തരത്തിലുള്ള പിളർപ്പിലേക്കോ അല്ലെങ്കിൽ ചെറുതിരിവിലേക്കോ പോകുന്നില്ല. തീർച്ചയായും ഈ ഇലക്ഷനിൽ എല്ലാ സമസ്യയും ഒറ്റക്കെട്ടായി ലീഗിനോടൊപ്പം ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സമസ്യയുമായിട്ടുള്ള ചർച്ച എവിടെയും എത്താതെ പോവുകയാണ്. ചർച്ച ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അതിലൊരു ഐക്യത്തിലേക്ക് എത്തുന്നില്ല. അതൊക്കെ എത്തും. അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ എല്ലാം നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടും. നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ലീഗിനെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ എന്തായിരിക്കും ഇനിയുള്ള നിലപാട്? പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ക്രൂഷ്യലാണ്. അതൊക്കെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതൊക്കെ നമ്മൾ അതിൻ്റെതായ സമയത്ത് നമ്മളത് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും അതെന്താണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകും. യൂത്ത് ലീഗിന്റെ ഒരു നിലപാട് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ? അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു നേരത്തെ ഈ ഒരു മുന്നണി രീതിയിൽ നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ നമ്മുടെ കൂടെ പല ഈ ഒരു ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവസാനമായി, ഇപ്പം വർഗീയത വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വെള്ളാപ്പള്ളി വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടി പറഞ്ഞ അവസാനം. അല്ല, അപ്പം അങ്ങനെ ഈ വിഷം പരത്തുന്ന ആളുകൾ അവർക്ക് മറുപടി ആയിക്കൊണ്ട് തന്നെ സമൂഹം ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന സത്യങ്ങളാണ്. ഇവിടുത്തെ മതേതര ബോധവും മലപ്പുറത്തിന്റെ മതേതരത്വവും കേരളത്തിന്റെ മതേതര സ്വഭാവമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ആരെന്ത് പറഞ്ഞാലും അതിന് ഒരു വില കൽപ്പിക്കില്ല എന്നുള്ളത് എല്ലാവരും കണ്ടു. താങ്ക് യു. വളരെ കൃത്യമായി പറഞ്ഞത് മതേതരത്വം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതിനെതിരായ ശബ്ദങ്ങൾ പ്രതികരിക്കേണ്ടതില്ല, അത് സമൂഹം തന്നെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നുള്ളതാണ്. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം ദീപക് ധർമ്മടം, 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.